ഹലോ എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ദിവസങ്ങൾ ഞാൻ ഈ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് വീഡിയോ ഇടാറില്ല. അങ്ങനെ നേരത്തെയൊക്കെ ഇടുമായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ ഇടാറില്ല. ഇപ്പോൾ ഈ ലൈവും ഷോർട്സും ഒക്കെ ആയിട്ട് പോകുന്നത് കാരണം ഞാൻ ഇങ്ങനെ വീഡിയോ വിരളെ ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ ഇടാറുള്ളൂ കേട്ടോ. അപ്പം ഇപ്പം എനിക്കൊരു മൂഡ് തോന്നി വീഡിയോ ഇടാമെന്ന് മൂഡ് തോന്നി. അങ്ങനെ ഞാൻ വന്ന് വീഡിയോ ഇടുവാണ് കേട്ടോ. വേറെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും ഫുഡ് കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. ഞാനും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഫാനൊന്ന് നിർത്തിയിട്ട് വരട്ടെ അവിടുത്തെ കേട്ടോ. ഞാൻ വന്നു. അപ്പോൾ എനിക്കിന്ന് ഡ്യൂട്ടിയുണ്ട്. ഭയങ്കര വെയിലാണ് ഇവിടെ. ഭയങ്കര ചൂടെന്ന് പറയാം. ഭയങ്കര ചൂടാണ് വളരെ. നിങ്ങളെ ഞാൻ വെയിൽ കാണിക്കാം. ഇവിടുത്തെ വെയിൽ കാണിക്കാമേ. ഇതാ കണ്ടോ എന്താ വെയിലെന്ന് നോക്കി. ഇപ്പോൾ അപാര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ. ഈ വെയിലത്ത് എങ്ങനെ ഡ്യൂട്ടിക്ക് പോങ്ങനെ ഓർത്തിരിക്കും. ഈ വെയിലത്ത് ഞാൻ എങ്ങനെ ഡ്യൂട്ടിക്ക് പോകുമെന്ന് പറയാൻ ഇങ്ങനെ ഓർത്തിരിക്കാം. പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. പോകാതിരുന്നാൽ ശരിയാവില്ല. നമുക്ക് ഡ്യൂട്ടി വേണമല്ലോ. നമ്മളിങ്ങനെ അന്യനാട്ടിൽ വന്ന് കിടക്കുമ്പോൾ ചുമ്മാതെ വീട്ടിൽ കുത്തിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ നമുക്ക്. ദൈവം സഹായിച്ച് ഇന്ന് വരെ ജോലിക്കൊന്നും ഒരു ബുദ്ധിമുട്ട് തന്നിട്ടില്ല. അങ്ങോട്ടുള്ള കാര്യം അറിയത്തില്ല കേട്ടോ. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും? ഞാൻ എന്താ പറയണ്ടേ, ഇനി ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കണം കേട്ടോ. ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുന്ന കാര്യം എനിക്ക് ഓർക്കാൻ പറ്റില്ല. ചൂടാണ്. പൊരിഞ്ഞ ചൂടെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ ചൂട്. നമ്മളിങ്ങനെ വിയർത്തൊഴുകും. ഞാൻ ഇട്ടിരിക്കുന്ന പൗഡറെല്ലാം പോവും. ഒലിച്ചു പോകും. പിന്നെന്ന് പറഞ്ഞാൽ നാട്ടിൽ ഭയങ്കര മഴയല്ലേ. ഭയങ്കര മഴ. ഞാനിപ്പോൾ നാട്ടിൽ വിളിച്ചാൽ പറഞ്ഞാൽ ഭയങ്കര മഴ. പക്ഷേ എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ അവിടെ ആലപ്പുഴയിലങ്ങ് മഴയില്ല കേട്ടോ. വേറെ ഓരോരുത്തർത്തൊക്കെ വിളിച്ചു, ചങ്ങനാശ്ശേരിയിലൊക്കെ വിളിച്ചപ്പോൾ അവിടെയൊക്കെ ഭയങ്കര മഴ. ആലപ്പുഴയിലങ്ങ് മഴയില്ല. ഒന്ന് പെയ്യും, ചെറുതായിട്ടൊന്ന് പെയ്യും, ചെറുതായിട്ടൊന്ന് നിൽക്കും. അങ്ങനെയാണ്. വരും പോവും അങ്ങനെയാണ് ഞങ്ങളുടെ അവിടുത്തെ മഴ. പിന്നെന്ന് പറഞ്ഞാൽ എന്താ ഞാനിതൊന്ന് പറയാം. നമ്മുടെ ആ കുഞ്ഞിൻ്റെ കാര്യമല്ലേ. 3 വയസ്സുള്ള കുഞ്ഞിനെ പുഴയെ എറിഞ്ഞു കൊന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസിനകത്ത് ഇങ്ങനെ ന്യൂസ് കണ്ടപ്പോൾ ആ തന്തയുടെ അനിയനെ അയാളുടെ സൈഡിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ അവൻ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ട്. അയ്യോ, അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനിങ്ങനെ പറയുന്നത്. എൻ്റെ അപ്പോൾ ന്യൂസ് എന്തുണ്ടല്ലോ എന്താ പറയുക, ഞാനത് മറന്നു. എനിവേ ടി വിക്കാരൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞ് ഇതാരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതെൻ്റെ അനിയനാന്ന് പറഞ്ഞ്. അവൻ എന്നിട്ട് ഇരുന്ന് ഒരൊറ്റ കരച്ചിൽ. ആ നായിൻ്റെ മോനെ എന്താ ചെയ്യേണ്ടത്? അവനെ ചെയ്യേണ്ടത് പറയോ? അവനെന്താ ചെയ്യേണ്ടത്? അവനെ വലിച്ച് കീറി 2-4 ഭാഗത്തായിട്ട് അവനെ വെക്കണം. അതാ ചെയ്യേണ്ടത്. 3 വയസ്സുള്ളൊരു പൊടി കുഞ്ഞിനോട് ഇത്ര ക്രൂരത അവൻ കാണിക്കണമെങ്കിൽ അവൻ്റെ മനസ്സ് എന്തോ ഒരു നീച മനസ്സാണ് അല്ലേ. ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞ്. എന്താ ജനിച്ച് വീണൊരു 3 വർഷം അങ്ങോട്ട് ആയതേ ഉള്ളൂ. അത്രയ്ക്ക് ഇതായിരുന്നു. അവന് വേറെ എവിടെയെങ്കിലും പോകത്തില്ലായിരുന്നു. നായിൻ്റെ മോനെ അത്രയ്ക്ക് ചെറ്റത്തരം അവൻ കാണിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അവൻ്റെ കരച്ചിലൊക്കെ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ച് അപ്പോഴും കൊച്ചിനെ തന്ത പറയുന്നു അമ്മയുടെ വീട്ടുകാരെ കുറ്റക്കാർ, അമ്മയുടെ അനിയത്തി ചേട്ടത്തിയാണ് കുറ്റക്കാർ. അവർക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ ആരാണെന്ന് അതിനകത്ത് കളി കളിച്ചത്. അതാ പറഞ്ഞ ഈ വന്ന കാലം നമ്മൾ ആരെയും വിശ്വസിക്കാൻ പാടില്ല. ആരെയും വിശ്വസിക്കരുത്. വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. പണ്ടത്തെ കാലത്തെന്ന് പറയാൻ നമ്മളൊക്കെ ഇങ്ങനെ ചുമ്മാ മുറ്റത്ത് വിരിച്ച് ഞങ്ങൾ കിടന്നിട്ടുണ്ട്. സത്യം പറയല്ലോ, ചൂട് സമയത്ത് മുറ്റത്ത് വിരിച്ച് ഞങ്ങളൊക്കെ കിടന്നിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല കാലങ്ങളായിരുന്നു അന്നക്കാലം. അപ്പോൾ ഇപ്പോഴാണ് ഇതാ കിടക്കുന്നത്. ഒന്നും വിശ്വസിക്കാം, തന്തേനെ തള്ളേനെ സഹോദരികളെയും ആരെയും വിശ്വസിക്കാൻ വയ്യാത്ത കാലം. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങളെല്ലാവരും അവനെൻ്റെ കുഞ്ഞുങ്ങളെ കഴിവതും അവനെൻ്റെ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് വിടാതിരിക്കുക കേട്ടോ. കഴിവതും ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മാത്രം അവനവൻ്റെ കുഞ്ഞുങ്ങളെ കഴിവതും വേറെ ഒരു വീടുകളിൽ വിടാതിരിക്കാം കേട്ടോ.
ഒന്നും വിശ്വസിച്ച് വിടരുത്. എത്രയും അമ്മമാരുടെ ചിറകിനുള്ളിൽ ഒതുങ്ങുന്ന പോലെ ഒരിക്കലും ഉണ്ടല്ലോ ആരും നോക്കത്തില്ല. കുഞ്ഞുങ്ങളെപ്പോഴും അവരുടെ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടുന്ന കൊച്ചുങ്ങൾ അങ്ങോട്ട് ഓടും. പക്ഷേ അതുങ്ങൾ മനസ്സിലാക്കുന്നില്ല അവിടെ ഒരു ക്രൂരമായ ഒരു മനസ്സിൻ്റെ ഉടമ അവിടെ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം ആരും അത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് കുഞ്ഞുങ്ങളും പൊടിക്കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളവരൊന്നും ശ്രദ്ധിക്കുക. ആരും അന്യൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളെ വിടരുത്. അന്യനാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ആരുടെയും വീട്ടിൽ വിടരുത്. നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ലയോ നിങ്ങൾ കൊണ്ട് അംഗനവാടി വിടുക. നോക്കാൻ പറ്റില്ല കൊണ്ട് അംഗനവാടി വിടുക. മനസ്സിലായേ? പിന്നെ അപ്പോൾ അത്രയ്ക്കുള്ളൂ കേട്ടോ. ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നതാണ്. ഈ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. കുഞ്ഞുങ്ങളെ കഴിവതും എല്ലാവരും സൂക്ഷിക്കാം. അപ്പം നമുക്ക് വേറൊരു ഇതൊരു ചെറിയ വീഡിയോ 5-6 മിനിറ്റേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോകട്ടെ. ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോകട്ടെ. ടാറ്റ, ബൈ ബൈ, സീ യു.